എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള സ്പെഷ്യൽ അലോട്ട്മെൻറ്റിനായിട്ടുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ നാളെ അവസാനിക്കും. ഇതുവരെ ഒരു കോളേജിലും അലോട്ട്മെൻറ്റ് ലഭിക്കാതിരുന്ന വിദ്യാർത്ഥികൾക്കാണ് ഈ ഒരു ഘട്ടത്തിൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുക. നിലവിൽ ഏതെങ്കിലും കോളേജിൽ അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എത്ര കോളേജിൽ ഏതൊക്കെ കോഴ്സുകൾക്കാണ് വേക്കൻസി ഉള്ളത് എന്നുള്ളത് അറിയുന്നതിനായിട്ട് വേക്കൻസി ഫോർ സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഡൗൺലോഡായി വരുന്ന PDF വഴി നിങ്ങൾക്ക് ഏതൊക്കെ കോഴ്സുകൾക്ക് എത്ര വീതം വേക്കൻസി ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിലവിൽ ഗവൺമെൻറ് അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസ് കോളേജിൽ ഒഴിവുള്ള സീറ്റുകൾ ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു അലോട്ട്മെൻറ്റ് നടത്തപ്പെടുന്നത്. അപ്പോൾ നിലവിൽ ഒരു കോളേജിലും അലോട്ട്മെൻറ്റ് ലഭിക്കാതിരുന്ന വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ മെയിൻ അലോട്ട്മെൻറ്റുകളിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച ശേഷം അഡ്മിഷൻ നേടാതിരുന്ന വിദ്യാർത്ഥികൾക്കും ഈ ഒരു ഘട്ടത്തിൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികളിൽ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് റീഫണ്ടിനെ കുറിച്ചിട്ടുള്ളത്. അപ്പോൾ റീഫണ്ട് ഓപ്ഷൻ വരിക എല്ലാ അലോട്ട്മെൻറ്റും കംപ്ലീറ്റ് ചെയ്ത ശേഷമാണ്. ഇനി ഒരു അലോട്ട്മെൻറ്റ് കൂടി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൂടി കഴിഞ്ഞ ശേഷമായിരിക്കും റീഫണ്ടിനായിട്ടുള്ള റിക്വസ്റ്റ് ഓപ്ഷൻ വരിക. അപ്പോൾ ഈ ഒരു റീഫണ്ട് റിക്വസ്റ്റ് എങ്ങനെയാണ് നൽകുന്നത് എന്ന് ചോദിച്ചാൽ വിദ്യാർത്ഥികൾ ആദ്യം തന്നെ ലോഗിൻ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അതിനുശേഷം നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞുകൊണ്ട് ലിങ്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് മുൻ അലോട്ട്മെൻറ്റ് ലഭിച്ച ആ ഒരു അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് പേജ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ആ ഒരു പേജിൽ തന്നെ നിങ്ങൾക്ക് റീഫണ്ട് റിക്വസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസ് അതുപോലെ തന്നെ നിങ്ങളുടെ ഡീറ്റെയിൽസ് അതുപോലെ തന്നെ നിങ്ങൾ മുൻപ് ഈ ഒരു ഫീ പേയ്മെൻറ്റ് അതായത് ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്ന റെസിപ്റ്റ് എന്നിവയുടെ ആ ഡീറ്റെയിൽസൊക്കെ നൽകിയ ശേഷം നിങ്ങളുടെ ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് അതായത് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് അതുപോലെ തന്നെ നിങ്ങൾ മുൻപ് അടച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ടോക്കൺ ഫീ പേയ്മെൻറ്റ് റെസിപ്റ്റ് അല്ലെങ്കിൽ ചലാൻ വഴിയാണെങ്കിൽ ആ ഒരു ചലാൻ്റെ ആ ഒരു ഭാഗം എന്നിവ സ്കാൻ ചെയ്തുകൊണ്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് നൽകണം. അതുപോലെ തന്നെ റീഫണ്ടിനായിട്ടുള്ള റീസൺ എന്താണെന്നുള്ളത് ചോദിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ കോളേജിൽ അഡ്മിഷൻ നേടിയിട്ടില്ലെങ്കിൽ ആ ഒരു റീസണും അതുപോലെ തന്നെ നിലവിൽ എക്സ്ട്രാ ഫീ പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ടായിരുന്ന വിദ്യാർത്ഥികൾ ആണെങ്കിൽ എക്സസ് ഫീ റീഫണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് റീസൺ നൽകേണ്ടത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസും അതുപോലെ തന്നെ മറ്റ് ഡീറ്റെയിൽസൊക്കെ നൽകി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പ്രിൻ്റ് ഔട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു പ്രിൻ്റ് ഔട്ട് നിങ്ങൾ എടുത്ത് നിങ്ങളുടെ കയ്യിൽ സൂക്ഷിച്ച് വയ്ക്കുക. അതുപോലെ തന്നെ അതിനുശേഷം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഏകദേശം ഒരു മാസത്തിനുള്ളിൽ ആ ഒരു പൈസ ക്രെഡിറ്റ് ആയിട്ട് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത ശേഷം മാത്രമേ ഈ ഒരു റീഫണ്ടിനായിട്ടുള്ള റിക്വസ്റ്റ് വരികയുള്ളൂ എന്നുള്ളത് വിദ്യാർത്ഥികൾ കറക്റ്റായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. കാരണം പല വിദ്യാർത്ഥികളും റീഫണ്ടിനെ കുറിച്ച് ചോദിക്കുന്നത് കൊണ്ടാണ് ആ ഒരു കാര്യം പറയുന്നത്. എല്ലാ അലോട്ട്മെൻറ്റ് പ്രോസസ്സും കംപ്ലീറ്റ് ചെയ്ത ശേഷമായിരിക്കും വിദ്യാർത്ഥികൾക്ക് റീഫണ്ടിനായിട്ടുള്ള റിക്വസ്റ്റ് നൽകുന്നതിനുള്ള അവസരം ഉണ്ടായിരിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്നതിനായിട്ട് വിദ്യാർത്ഥികൾക്ക് നാളെ വൈകുന്നേരം 5 മണി വരെ LBS വെബ്സൈറ്റ് വഴി ലോഗിൻ ചെയ്തുകൊണ്ട് ഓപ്ഷൻ രജിസ്ട്രേഷൻ ലിങ്ക് വഴി നിങ്ങൾക്ക് വേണ്ട കോളേജുകൾ ഓപ്ഷനായിട്ട് നൽകാവുന്നതാണ്. അതുപോലെ തന്നെ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ് ഈ ഒരു കോളേജിൽ നിന്ന് ആ ഒരു കോഴ്സിൽ നിന്നും ഡ്രോപ്പ് ആയാൽ നിങ്ങൾക്ക് അങ്ങനെ അതായത് ആ ഒരു കോളേജിൽ നിന്നും നിങ്ങൾക്ക് ആ ഒരു കോഴ്സ് വേണ്ട, അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്നും ഒഴിയാൻ സാധിക്കുമോ എന്നുള്ളത് അത് നിങ്ങൾക്ക് ഇപ്പോൾ മാത്രമേ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ആ ഒരു അഡ്മിഷൻ ക്യാൻസൽ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ, പിന്നീട് സാധിക്കുന്നതല്ല. കാരണം ഇപ്പോൾ നിങ്ങൾ ആ ഒരു അഡ്മിഷൻ റദ്ദ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങൾ നൽകിയിട്ടുള്ള ഫീസ് ഏകദേശം ഭൂരിഭാഗം ഫീസും നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നതായിരിക്കും. അതേസമയം നിങ്ങൾക്ക് ഏകദേശം ഒരു ഫസ്റ്റ് ഇയർ ഒക്കെ കഴിഞ്ഞാണ് നിങ്ങൾ ആ ഒരു രീതിയിൽ ചെയ്യുന്നതെങ്കിൽ ആ ഒരു 2ാം വർഷ ഫീസ് കൂടി അടക്കേണ്ടതായിട്ട് വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഏതെങ്കിലും വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ആ ഒരു ഏത് കോളേജിലാണോ അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു കോളേജുമായിട്ട് കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കിയുള്ള അതായത് എങ്ങനെയാണ് ആ ഒരു പൈസയൊക്കെ തിരിച്ച് കിട്ടുക എന്നുള്ള ഡീറ്റെയിൽസൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.